ഉച്ചയ്ക്ക് ചെറുതായിട്ട് റെസ്റ്റൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു 4 മണിയോട് കൂടി വീണ്ടും ഗോമതി ഘട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമതി നദി കടലിൽ ലയിക്കുന്ന ഭാഗം. ഇവിടെ ഗോമതി ദേവിയുടെ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. സമുദ്രനാരായണ ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ആ ക്ഷേത്രം. ഇവിടെ അഷ്ടഭവാനി ദേവിയുടെയും ഗോമതി ദേവിയുടെയും അതുപോലെ തന്നെ സമുദ്രദേവനായ വരുണന്റെയും പ്രതിഷ്ഠയുണ്ട്. ഇതുകൂടാതെ ഭക്ത മീരയുടെ അല്ലെങ്കിൽ മീരാഭായിയുടെ ഒരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. മീരാഭായി ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ച് അവസാനം ഈ ദ്വാരകാധീശ ക്ഷേത്രത്തിലെ കൃഷ്ണവിഗ്രഹത്തിലാണ് ലയിച്ചു ചേർന്നതെന്നാണ് പറയപ്പെടുന്നത്. വേലിയിറക്കമായതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഇറങ്ങി. രാവിലെ ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഈ പായൽ കൊണ്ടോ മെറൂൺ കളറാണ് ഇവിടെ ഈ പാറയുടെ മുകളിലുള്ള പായലിന്. ഇവിടുത്തെ ഈ കടൽഭിത്തിയുടെ മുകളിൽ കൂടെ നടന്ന് ഞാൻ ഈ താഴെ കടലിനോട് ചേർന്ന് വന്ന് നിൽക്കുവാണ്. വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഗുജറാത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ക ഗുജറാത്തി ഡ്രസ്സൊക്കെ, ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചാണ് സ്ത്രീകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ് ഈ ഡ്രസ്സൊക്കെ ധരിച്ച് ഇവരിവിടെ നിൽക്കുന്നത് കാണാനായിട്ട്. നിങ്ങൾക്ക് കാണാം ദേണ്ട അവിടെ ആ സ്റ്റെപ്പയിലൊക്കെ നിൽക്കുന്നത് പക്ക ട്രഡീഷണൽ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഗുജറാത്തി വനിതകളാണ്. ഇത് കണ്ടോ, ഒരു ഞണ്ടാണ്. ഇതിന് മെറൂണും മഞ്ഞയും കൂടെ കൂടിയ ഒരു കളറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളറിലൊരു ഞണ്ടിനെ കാണുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഗോമതി നദിയാണ് ഈ കാണുന്നത്. രാവിലെ ഇവിടെയെല്ലാം ഒരാൾ പൊക്കമല്ല, അതിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഫുള്ള് വെള്ളവും വറ്റി. അടിയിൽ പാറയൊക്കെ തെളിഞ്ഞ് കാണാം. ആൾക്കാർ അക്കരെ ഇക്കരെ നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ഞാനും ഫോൺ മടക്കി പോക്കറ്റിട്ട് അക്കരയ്ക്ക് നടക്കാൻ പോവാണ്. അപ്പം ഇനി അക്കരെ ചെന്നിട്ട് കാണാം. ഞാൻ നദി ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് പഞ്ചകുയി എന്ന് പറയുന്ന ഈ ദ്വീപിലെത്തി. ആൾക്കാരൊക്കെ ഇപ്പുറത്തോട്ട് ഇനിയും നടന്നു വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടുത്തെ ഈ പാറയുടെ മുകളിൽ വരെ രാവിലെ വെള്ളം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പം ഫുള്ള് ഇറങ്ങിപ്പോയി. പക്ഷെ ഉള്ള വെള്ളത്തിൽ ഒരുമാതിരി ഒഴുക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോണൊക്കെ മടക്കി പോക്കറ്റ് ഇട്ടത്. അപ്പുറത്ത് കാണുന്നത് ദ്വാരകയാണ്. വെള്ളം കുറഞ്ഞ ഭാഗത്തുകൂടിയാണ് ഞാൻ ഇങ്ങപ്പുറത്തോട്ട് കിടന്നത്. ഇവിടെ ഒരു ബീച്ചും ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ഇങ്ങനെ വേലിയിറക്കത്തിൻ്റെ സമയത്ത് നദിയിലെ വെള്ളം ഇത്രയും ഇറങ്ങിപ്പോയി ഉള്ളൊരു കാഴ്ച. ഇവിടെയാണ് ഗോമതി നദി കടലിലോട്ട് വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. കുറച്ചേരം കഴിയുമ്പോൾ കടൽ കയറി അങ്ങേയറ്റം വരെ വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നും വേണേൽ പറയാം. അതുകൊണ്ട് അവിടെ മുതൽ ഇവിടെ മുതൽ ഗോമതി ഘട്ടം എന്നാണ് പറയുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് വിൻഡ് ഫാം ആണ്. ആരുടെയാണെന്ന് അറിയാൻ മേല. ഗവൺമെൻറ്റിൻ്റെ ആണോ അതോ അദാനിയോ റിലയൻസോ അതുപോലെ വല്ലതും ആണോ എന്ന് അറിയാൻ മേല. ധനുഷ്കോടിയിലാണ് ഇതുപോലെ കടൽ കണ്ടമാനം ഇറങ്ങിപ്പോയി. ഈ രാവിലത്തെ ഇതിനെക്കാട്ടിലും വൈകുന്നേരം ആകുമ്പോൾ ഒത്തിരി ഇറങ്ങിപ്പോയിട്ടുള്ളൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. അങ്ങനെ ഈ ചാർധാം സർക്യൂട്ടിൻ്റെ അകത്ത് വിടുന്ന രണ്ടാമത്തെ സ്ഥലമായിട്ടുള്ള ദ്വാരകയിലും ഞാൻ എത്തി. ഒരെണ്ണം രാമേശ്വരമാണ്, രണ്ടാമത് ദ്വാരക, പിന്നെയുള്ളത് പുരി, ഏറ്റവും അവസാനത്തേത് ബദ്രീനാഥ്. ഇങ്ങനെ 4 സ്ഥലമാണ് ഈ ചാർധാമിൻ്റെ അകത്ത് ഉള്ളത്. ഈ വിൻഡ് ഫാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇത് റിലയൻസിൻ്റെയോ അംബാനിയുടെയോ വല്ലതും ആണോ എന്ന് അറിയാൻ മേലെന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഈ നമ്മുടെ സുദാമ സേതു പണി കഴിപ്പിച്ചതും റിലയൻസുകാരാണ്. റിലയൻസും ഗുജറാത്ത് ടൂറിസവും കൂടെ സംയുക്തമായിട്ടാണ് 2016 അതിൻ്റെ പണി പൂർത്തിയാക്കിയത്. 7 കോടി രൂപ മുടക്കിയാണ് ഈ തൂക്കുപാലം പണി കഴിപ്പിച്ചത്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. ആ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് അപ്പോഴത്തേക്ക് അവിടെ ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്ന് ഇത് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ സമയം കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. 6 മണി വരെ അവിടെ അകത്തോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഈ ഗോമതി നദി ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഐതിഹ്യമുണ്ട്. അതിങ്ങനെയാണ്. രാമരാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ വസിഷ്ഠൻ സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ ഗോമതി നദി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
രാമനെ പ്യൂരിഫൈ ചെയ്ത ശേഷം ഗോമതി നദി ഈ ഭാഗത്തായിട്ട് കടലിൽ ലയിച്ചു എന്നും പറയപ്പെടുന്നു. ഞാനിപ്പം തിരിച്ച് അക്കരയ്ക്ക് നടക്കാനായിട്ട് നദിയിലോട്ട് ഇറങ്ങി. അക്കരെ ഇക്കരയായിട്ട് ചെറിയ ഒരു കയറൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും വെള്ളം കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഗോമതി നദിയിൽ കൂടെ ആൾക്കാർ ഒട്ടക സവാരി നടത്തുകയാണ്. ഇവിടെ കാണുന്നതെല്ലാം നടാടെയായിട്ടുള്ള സംഭവമാണ്, മൊത്തം ഒരു പുതുമയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു നദിയിൽ കൂടെ ഒട്ടക സവാരി നടത്തുന്നതൊക്കെ കാണുന്നത്. നിറച്ച് മീനാണ് ഈ കാണുന്ന, പിടയ്ക്കുന്നതെല്ലാം മീനാണ്. ഞാൻ ദേ ഓടിപ്പിടിച്ച് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ എത്തി. പക്ഷേ അസ്തമയം കഴിഞ്ഞു. ലൈറ്റ് ഹൗസിലോട്ട് കയറാനുള്ള എൻട്രി സമയവും കഴിഞ്ഞു. 6 മണി വരെ അവിടെ കയറ്റി വിടുകയുള്ളൂ. ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്ക് 6:15 കഴിഞ്ഞു. അതിൻ്റെ മുകളിൽ എന്തോ ഒരു സാധനം കറങ്ങുന്നുണ്ട്, റഡാർ പോലെ തോന്നുന്നു കണ്ടിട്ട്. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് അങ്ങ് ദൂരെയായിട്ട് കാണാം. നല്ല ഭംഗിയാണ് ഈ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടെ എല്ലാം ഇതിവിടെ ഉള്ള മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടൊന്ന് കയറി കണ്ട് തൊഴുതു പോകാമെന്ന് വിചാരിച്ചു. കൃഷ്ണനും രാധയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏതോ മഠത്തിൻ്റെ കീഴിലുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് സത്രവും ഒക്കെ ഉണ്ട്. അപ്പം ഇവിടെ ദ്വാരകാധീശ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവർക്ക് ഇവിടെ തങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. അധികം ആൾക്കാരൊന്നും ഇല്ല ഇവിടെ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഈ ഫുട്പാത്തിൽ കുറച്ച് പേര് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പ്രതിമ ഉണ്ടാക്കി പെയിൻ്റ് അടിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. भैया सुपर है, मैं लेना चाहता हूँ लेकिन मैं बहुत दूर जाने वाला है, सो हाथ में लेके नहीं जा सकता, इसलिए सुपर। सबकी अलग अलग कला होती है। हाँ हाँ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഒരു ബ്രഷൊന്നുമില്ല, ചുമ്മാ തുണി പെയിൻറ്റിൻ്റെ അകത്ത് മുക്കിയാണ് ഇതിൽ പെയിൻ്റൊക്കെ അടിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഇതെല്ലാം. ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ്, പറയാതിരിക്കാൻ പറ്റിയത്, അത്രയ്ക്ക് സൂപ്പറാണ്. ഇവരുടെ കയ്യിൽ കുറേ അച്ചുകളുണ്ട്. അതിൻ്റെ അകത്താണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും ചൈനയും കൂടെ മിക്സ് ചെയ്ത് നിറച്ച് ഈ ശില്പങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ ശില്പങ്ങൾ ശരിക്കും ജീവനുള്ളതാക്കി മാറ്റുന്നത് ഇവരുടെ ഈ പെയിൻറ്റിംഗ് ആണ്. അത്രയ്ക്ക് രസമായിട്ടാണ് ഇവർ ഈ പെയിൻറ്റ് മിക്സ് ചെയ്ത് ഇതിൽ പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇവരുടെ കയ്യിൽ ബ്രഷൊന്നുമില്ല, ചുമ്മാ തുണി പെയിൻറ്റിൻ്റെ അകത്ത് മുക്കിയാണ് ഇവരിത് പെയിൻറ്റ് ചെയ്യുന്നത്. വല്ലഭന് പുല്ലും ആയുധം, ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് ഇവർ ചെയ്യുന്നത്. ഒരു ചെറിയ പയ്യനും ഇവിടെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. आप लोग कहाँ से है? कहाँ से है आप लोग? हम तो गुजरात के हैं। गुजरात के ही है। हाँ। अच्छा, कितने साल से ये काम कर रहा है? ये काम तो हमारे बाप दादा करते हैं। अच्छा अच्छा अच्छा। ഞാൻ വല്ല രാജസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരായിരിക്കുമെന്ന് വിചാരിച്ചത്. നമ്മുടെ നാട്ടിലൊക്കെ അവിടെ നിന്നുള്ള ആൾക്കാരാണല്ലോ കൂടുതൽ ഇങ്ങനത്തെ പരിപാടി അവിടെ ഒന്ന് ചെയ്യുന്നത് കാണാറ്. പക്ഷേ ഇവരിപ്പോൾ ഇവിടെ ഗുജറാത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. ഗുജറാത്തിൻ്റെ വേറെ ഏതോ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഈ ദ്വാരകാ ക്ഷേത്രത്തിൻ്റെ അടുക്ക വന്നിരുന്ന് ഈ ശില്പങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്ത് പെയിൻ്റ് അടിച്ച് വിൽക്കുകയാണ്. 2-3 ആണുങ്ങളും ഉണ്ട്, ഒരു ചേച്ചിയുണ്ട്, 2 പിള്ളേരുമുണ്ട്. ഇവിടെ തന്നെ ചെറിയൊരു പഴുതാ ഷെഡുണ്ട്, അതിൻ്റെ അകത്താണ് ഇവർ താമസിക്കുന്നത്. എന്തായാലും കൊള്ളാൻ, സംഭവം സൂപ്പറാണ്. എനിക്ക് കുറേ എണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇത് ഒരെണ്ണം പോലും മേടിച്ചാൽ എനിക്ക് പൊട്ടാതെ നാട്ടിലെത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തൽക്കാലം ഞാൻ മേടിക്കുന്നില്ല.
നേരെ ഇരുട്ടി, സമയം 7-7:30 ഞാനിവിടുന്ന് പതുക്കെ മടങ്ങുകയാണ്. പോകുന്ന വഴിക്കൊരു ഗീതാമന്ദിറുണ്ട്, അവിടെയും കൂടെ കയറി ഒന്ന് തൊഴണം. ഇതാണ് ഗീതാമന്ദിർ. ഇവിടെ വേറൊന്നുമില്ല, ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുന്നതിൻ്റെ ഒരു പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇതോടുകൂടി ഞാൻ ദ്വാരകാ ദർശനം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ റൂമിലോട്ടാണ്. നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് മടങ്ങും. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി, ശുഭ യാത്ര.